ഭാഗം 2. പുസ്തകം 6 അധ്യായം 9. മറിയം കർത്താവിൻ്റെ യോഗ്യതകളുടെ അവകാശിനി. കർത്താവായ ഈശോ തൻ്റെ കുരിശാരോഹണത്തിലെ ബലിയിൽ ഉൾച്ചേർത്തിട്ടുള്ള മഹാരഹസ്യങ്ങളുടെയും കൂദാശകളുടെയും കാര്യം സുവിശേഷകന്മാർ ആരും എഴുതിയിട്ടില്ല. കത്തോലിക്ക വിശ്വാസികളായി നമുക്ക് നമ്മുടെ വിശ്വാസം തരുന്ന ഉറപ്പുകളുടെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ നിഗമനം ചെയ്യാനാകും. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് അരുളി ചെയ്ത 7 വചസ്സുകൾ തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് അവിടുന്ന് നിത്യപിതാവിനെ സംബോധന ചെയ്തുകൊണ്ട് അർപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അവിടുത്തെ അന്ത്യപ്രബോധനമെന്ന് ആ പ്രാർത്ഥനയെപ്പറ്റി പറയാം. മരണാസന്നനായ പിതാവ് മക്കൾക്ക് നൽകുന്ന ഒസ്യത്തും അനുഗ്രഹവും പോലെ കർത്താവ് തൻ്റെ കുടുംബമാകുന്ന മനുഷ്യവംശത്തിന് തൻ്റെ എല്ലാ സമ്പത്തും നൽകുന്ന വേളയാണിത്. കർത്താവിന് ഭൗതിക സമ്പത്തുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. തൻ്റെ പുണ്യഭണ്ഡാകാരത്തിലെ അമൂല്യമായ ആധ്യാത്മിക നിധികൾ മാത്രമേ തൻ്റെ മക്കൾക്ക് നൽകാൻ അവിടുത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. കുരിശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് തൻ്റെ ഈ നിത്യസമ്പത്ത് വിതരണം ചെയ്തു. ഓരോന്നും അർഹരായവർക്ക് മാത്രം നൽകി. അപ്രകാരം ചെയ്യുന്നതിലെ യുക്തിയെ വിശദീകരിച്ചുകൊണ്ട് അവിടുന്ന് അത് അവസാനിപ്പിച്ചു. തൻ്റെ പിതാവിനോട് ചേർന്നാണ് അവിടുന്ന് ഇതെല്ലാം നിവർത്തിച്ചത്. എന്തെന്നാൽ അവിടുന്ന് ഉന്നതനായ കർത്താവും സകലത്തിൻ്റെയും വിധികർത്താവുമാണ്. ഈ നിയമത്തിലാണ് തൻ്റെ വിശുദ്ധാത്മാക്കളുടെ മുൻ നിയോഗത്തിൻ്റെ മഹാരഹസ്യങ്ങളും തിന്മ പ്രവർത്തിച്ചവരുടെ നിത്യവിധിയും ഉൾക്കൊണ്ടിരിക്കുന്നത്. ഈ നിയമങ്ങൾ നിഗൂഢവും മനുഷ്യവർഗത്തിനായി മുദ്ര വച്ചിട്ടുള്ളതുമാകുന്നു. ക്രിസ്തുവിനു ശേഷം സർവ്വപ്രപഞ്ചത്തിൻ്റെയും അധികാരിണിയും അവകാശിനിയുമായിരിക്കേണ്ട രാജ്ഞി എന്ന നിലയിൽ പരിശുദ്ധ അമ്മ ഈ രഹസ്യത്തെ അറിഞ്ഞിരുന്നു. രക്ഷാകര ദൗത്യത്തിലെ സഹകാർമ്മിക എന്ന പോലെ ഈ മഹാനിയമത്തിൻ്റെ നടത്തിപ്പുകാരിയായും അവൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ പിതാവ് സകലതും പുത്രന് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് പോലെ പുത്രൻ സകലതും അവൾക്ക് കൈയാളിച്ചിരിക്കുന്നു. തൻ്റെ പുത്രൻ്റെ യോഗ്യതയാൽ നമുക്കായി നേടിയെടുത്ത എല്ലാറ്റിനെയും അവൻ്റെ നിയമപ്രകാരം സ്വീകരിക്കാനും സകല സമ്പത്തും അർഹരായ മക്കൾക്ക് അവകാശമായി നൽകാനുമുള്ള ഉത്തരവാദിത്വം അവളെ ഏൽപ്പിച്ചിരിക്കുന്നു. സ്വർഗീയ രാജ്ഞിയുടെ മഹത്വീകരണ ചരിത്രത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ ഈ ജ്ഞാനം എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളതാണ്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ സന്നിധിയിൽ എല്ലാ സമ്പത്തും തൻ്റെ അമ്മയെ ഏൽപ്പിച്ചിരിക്കുന്നതിനാൽ പാപികളായ മനുഷ്യർക്ക് അവളെ സമീപിക്കാനും അവയിൽ പങ്കുപറ്റാനും കഴിയുന്നതാണ്. അത് അവളുടെ പുത്രൻ നേടിയെടുത്തതും നിത്യപിതാവിൻ്റെ സമ്മാനവുമാണ്. പരിശുദ്ധ മറിയത്തിൻ്റെ കരങ്ങളിൽ എല്ലാ തുണയും സഹായവും നമുക്ക് ലഭ്യമാക്കപ്പെട്ടിരിക്കുന്നു. അവൾ ഉദാരമായി തൻ്റെ മക്കൾക്ക് അവ സമ്മാനിക്കുകയും ചെയ്യുന്നു. മനുഷ്യ അവതാരം പൂണ്ട വചനത്തെ മരക്കുരിശിൽ ഉയർത്തിയപ്പോൾ അവിടുന്ന് കുരിശിലെ മൊഴികൾ ഉരുവിടുന്നതിനു മുൻപ് മനസ്സിൽ ഇപ്രകാരം പ്രാർത്ഥിച്ചു: എൻ്റെ പിതാവായ ദൈവമേ, ഇതാ ഈ കുരിശിൽ ആരോഹിതനായ ഞാൻ അവിടുത്തെ സ്തുതിക്കുന്നു. എൻ്റെ സഹന മരണങ്ങളിലൂടെ ബലിയായി തീരുകയും ഞാൻ നിന്നെ സ്തുതിക്കുകയും ചെയ്യുന്നു. നീ ഇതാ എൻ്റെ മനുഷ്യത്വത്തെ ഏറ്റവും ഉന്നതമാക്കിയിരിക്കുന്നു. അതുവഴി ഞാൻ ദൈവമനുഷ്യനായി നിന്റെ ദൈവികതയിൽ അഭിഷിക്തനുമായി. എൻ്റെ മനുഷ്യ അവതാരത്തിൻ്റെ തുടക്കം മുതൽ തന്നെ നീ എൻ്റെ മേൽ ഇടതടവില്ലാതെ ചൊരിഞ്ഞുകൊണ്ടിരുന്ന ഉന്നതവും ഉദാത്തവും സമൃദ്ധവുമായ വരപ്രസാദത്തെയും മഹത്വത്തെയും പ്രതി ഞാൻ നിന്നെ വാഴ്ത്തുന്നു. എന്തെന്നാലിതാ പ്രകൃതിയാലുള്ളതും പ്രകൃത്യാതീതവുമായ സകലത്തിൻ്റെയും മേൽ പൂർണ്ണമായ അധികാരം നീ എനിക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്നു. പഞ്ചഭൂതങ്ങളുടെയും സ്വർഗാതിസ്വർഗത്തിൻ്റെയും കർത്താവായി ഞാൻ നിയുക്തനായിരിക്കുന്നു. മത്തായി 28:18. സൂര്യനും ചന്ദ്രനും അഗ്നിയും വായുവും ഭൂമിയും സമുദ്രങ്ങളും സകല ചരാചരന്റെയും എനിക്ക് അധീനപ്പെടുത്തിയിരിക്കുന്നു. കാലചക്രത്തിൻ്റെയും ഋതുക്കളുടെയും ദിനരാത്രങ്ങളുടെയും പൂർണ്ണ നിയന്ത്രണവും ഉടമസ്ഥതയും നിന്റെ സ്വതന്ത്ര ഇച്ഛയാൽ എനിക്ക് വിട്ടു തന്നിരിക്കുന്നു. എന്നെ നീ മനുഷ്യരുടെയും മാലാഖമാരുടെയും തലവനും രാജാവും കർത്താവുമായി നിയമിച്ചിരിക്കുന്നു. എഫേസ്യോസ് 1:21. അവരെ ഭരിക്കാനും നിയന്ത്രിക്കാനും ദുഷ്ടരെ ശിക്ഷിക്കാനും ശിഷ്ടരെ രക്ഷിക്കാനും യോഹന്നാൻ 5:22. നീ എന്നെ നിയോഗിച്ചിരിക്കുന്നു. അത്യുന്നത സ്വർഗത്തിലും നരകത്തിൻ്റെ അഗാധങ്ങളിലും വരെ എല്ലാ കാര്യങ്ങളും ശരിയായി നിർവഹിക്കാൻ എനിക്കു നീ അധികാരം നൽകിയിരിക്കുന്നു. വെളിപ്പാട് 20:1. മനുഷ്യരുടെ നിത്യമായ നീതീകരണം എന്നിലൂടെ നീ നടത്തി.
സകലരുടെയും ഭാഗം വാദിക്കാനും അവരുടെ രക്ഷയാകാനും അവരെ മഹത്വത്തിൽ പങ്കുചേർക്കാനും ജീവന്റെയും മരണത്തിന്റെയും അധിപനാകാനുമുള്ള ദൗത്യം നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. വിശുദ്ധ സഭയുടെയും അവളുടെ അനർഘനിധികളുടെയും ഉടമയാകാനും ദൈവപ്രസാദത്തിന്റെ നിയമങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും ദാതാവാകാനുമുള്ള ഉത്തരവാദിത്വം നീ എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഇവയെല്ലാം സ്മരിച്ചുകൊണ്ട് ഞാൻ അങ്ങയുടെ തിരുനാമത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എൻ്റെ പിതാവേ, കുരിശിലെ മരണത്തോടെ ഞാനിതാ നിന്റെ വലതുഭാഗത്തേക്ക് കരേറ്റപ്പെടുന്നു. നീ എന്നെ ഏൽപ്പിച്ച രക്ഷാകര ദൗത്യം ഞാനിതാ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇപ്രകാരം എൻ്റെ കുരിശ് രക്ഷയുടെ അച്ചാരവും നീതിയുടെയും കരുണയുടെയും സിംഹാസനവുമായി മാറട്ടെ. എൻ്റെ ദൗത്യം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. സകല മനുഷ്യർക്കും വേണ്ടി അപമാനം, നിന്ദ, പുച്ഛം, ചമ്മട്ടിയടികൾ, മുൾക്കിരീടം, ഒടുവിൽ കുരിശുമരണവും ഞാൻ ഏറ്റുവാങ്ങിയിരിക്കുന്നു. അവരിലേക്ക് അവിടുത്തെ അനുസ്യൂതമായ കരുണ ഒഴുകിയിറങ്ങുന്നതിന് ഞാൻ പ്രാർത്ഥിച്ചു. വരപ്രസാദത്തിന്റെ പുതിയ നിയമത്തെ ഞാൻ ഭൂമിയിൽ സ്ഥാപിക്കുകയും എക്കാലത്തേക്കുമായി സഭയിൽ പ്രതിഷ്ഠിക്കുകയും അതുവഴി എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കാൻ അഭിലഷിക്കുകയും ചെയ്യുന്നു. എങ്കിലും എൻ്റെ പിതാവേ, മനുഷ്യർ തങ്ങളുടെ ഹൃദയ കാഠിന്യത്താലും ദുഷ്ടതയാലും ഈ രക്ഷ നിരസിക്കുകയും ദൈവകാരുണ്യം തിരസ്കരിക്കുകയും ചെയ്തുകൊണ്ട് നാശത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നു. പിതാവേ, എന്റെയും അങ്ങയുടെയും നാമത്തിൽ എൻ്റെ മാനുഷിക ഇച്ഛയിൽ നിന്ന് പുറപ്പെടുന്ന ഈ യാചന ഞാൻ സമർപ്പിക്കുന്നു. തന്റെ ഗർഭത്തിൽ ഉരുവാകാൻ എന്നെ അനുവദിച്ച എൻ്റെ അമ്മയെ സകലത്തിന്റെയും അവകാശിയും യജമാനത്തിയുമായി ഞാൻ നിയമിക്കുന്നു. എല്ലാ മഹത്വവും വരപ്രസാദവും അവളിൽ ചൊരിയുന്നു. അവയ്ക്കവൾ യോഗ്യയാകുന്നുവല്ലോ. മഹത്വത്തിന്റെ ദാനങ്ങൾ കാലത്തികവിൽ ഞാൻ അവൾക്ക് നൽകും. അവൾ മനുഷ്യരുടെയും മാലാഖമാരുടെയും രാജ്ഞിയായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരുടെ എല്ലാം മേൽ പൂർണ്ണമായ അവകാശവും മേധാവിത്വവും അവൾക്കുണ്ടായിരിക്കട്ടെ. സകലരുടെയും വിധേയത്വവും ദാസ്യവും അവൾക്ക് ലഭിക്കട്ടെ. പിശാചുക്കൾ അവളുടെ മുൻപിൽ വിറകൊള്ളുകയും അവൾക്ക് കീഴടങ്ങുകയും ചെയ്യട്ടെ. സകല ചരാചരങ്ങളും സൃഷ്ടികളും നക്ഷത്രങ്ങൾ, ആകാശഗോളങ്ങൾ, പഞ്ചഭൂതങ്ങൾ, അവയിൽ നിവസിക്കുന്നവരും പക്ഷികൾ, മത്സ്യങ്ങൾ, മൃഗങ്ങൾ എല്ലാം അവൾക്ക് നിത്യവിധേയരും ആജ്ഞാനുവർത്തികളുമാകട്ടെ. എനിക്കൊപ്പം അവയും അവളെ രാജ്ഞിയായി ഉയർത്തി വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യട്ടെ. ഭൂമിയിലും സ്വർഗത്തിലുമുള്ള സകല നന്മകളുടെയും സൂക്ഷിപ്പുകാരിയും ദാതാവുമായി അവൾ നിയോഗിക്കപ്പെടട്ടെ. എന്റെ സഭയിലെ മക്കൾക്കായി എന്തെല്ലാം നൽകാൻ അവൾ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം ദൈവത്തിന്റെ മൂന്നാളുകളാൽ അംഗീകരിക്കപ്പെടട്ടെ. മനുഷ്യർക്കായി അവൾ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമായി എന്തെല്ലാം യാചനകൾ സമർപ്പിക്കുന്നുവോ അവയെല്ലാം നാം അംഗീകരിക്കുകയും അവളുടെ ഇഷ്ടപ്രകാരം നടത്തുകയും ചെയ്യും. എന്റെയും അങ്ങയുടെയും ഹിതം അനുവർത്തിച്ച വിശുദ്ധ മാലാഖമാർക്കായി സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥലം അവർക്ക് നിത്യവാസ സ്ഥലമായി നൽകുന്നു. നിത്യാനന്ദവും നമ്മുടെ ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണവും ആസ്വദിക്കുന്നതിനുള്ള അവകാശം അവർക്ക് നൽകുന്നു. എന്റെ അമ്മയെ അവരുടെ രാജ്ഞിയും യജമാനത്തെയുമായി സ്വീകരിക്കണമെന്ന് ഞാൻ അവർക്ക് ഉത്തരവ് നൽകുന്നു. അവർ അവളെ അനുധാവനം ചെയ്യട്ടെ. അവർ അവളെ എപ്പോഴും ശുശ്രൂഷിക്കട്ടെ. അവരുടെ കരങ്ങളിൽ അവൾ സംവഹിക്കപ്പെടട്ടെ. എല്ലായിടത്തും എക്കാലത്തും അവളുടെ ആജ്ഞാനുവർത്തികളും അവൾ ആഗ്രഹിക്കുന്നതും ഉത്തരവാകുന്നതും അവർ നിർവഹിക്കുകയും ചെയ്യട്ടെ. നമ്മെ ധിക്കരിക്കുകയും പരിപൂർണതയുള്ള നമ്മുടെ ഹിതത്തിനെതിരെ കലാപം ചെയ്യുകയും ചെയ്തതിനാൽ പിശാചുക്കളെ നമ്മുടെ ദർശനത്തിൽ നിന്ന് നിത്യമായി പുറന്തള്ളുന്നു. അവർ നമ്മുടെ സാന്നിധ്യം അറിയുകയില്ല. സഖിത്വവും മഹത്വവും നിത്യമായി അവരിൽ നിന്ന് നീക്കപ്പെട്ടിരിക്കുന്നു. എന്റെ അമ്മയെ ദർശിക്കാൻ ഒരിക്കലും അവർക്ക് കഴിയുകയില്ല. നീതിമാന്മാരും വിശുദ്ധരുമായ എന്റെ സ്നേഹിതരെയും അവർ കാണുകയില്ല. നമ്മുടെ ഏറ്റവും ദിവ്യവും ഉന്നതവുമായ സിംഹാസനത്തിൽ നിന്ന് അതിവിദൂരത്തിലായിരിക്കും അവരുടെ വാസം. ഭൂമിയുടെ നടുവിൽ അതിന്റെ അഗാധ ഗുഹകളിൽ പ്രകാശം നിഷേധിക്കപ്പെട്ട് ഘോര അന്ധകാരത്തിൽ അവർ വസിക്കും. ദൈവത്തെയും അവിടുത്തെ കൽപ്പനകളെയും ലംഘിച്ചതിനാൽ അവർക്ക് ഈ ശിക്ഷയാണ് ഞാൻ അവകാശമായി നൽകുന്നത്. അവർ അവിടെ അണയാത്ത തീയാൽ എരിഞ്ഞുകൊണ്ടിരിക്കും. എനിക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നവരെ അനേകം മനുഷ്യരുടെ ഇടയിൽ നിന്ന് വേർതിരിക്കുകയും അവരെ തിരഞ്ഞെടുത്ത നീതിമാന്മാരുടെ ഗണമാക്കി തീർക്കുകയും ചെയ്യും. എന്റെ സകല ദിവ്യരഹസ്യങ്ങളും
അനുഗ്രഹങ്ങളും ഹൃദയലാളിത്യം, വിശ്വാസം, ശരണം, ഉപവി, വിവേകം, നീതി, ദീർഘക്ഷമ, മിതത്വം, ദൈവിക വരപ്രസാദം, എന്റെ കുരിശ്, ഞാൻ ഏറ്റെടുത്ത ദാരിദ്ര്യം, നഗ്നത, നിന്ദ, ഇവയെല്ലാം അവർ സ്വായത്തമാക്കും. ഈ ലോക ജീവിതത്തിൽ അവർക്ക് ഓഹരിയും അവകാശവും അതായിരിക്കും. ഫലദായകമായി ജീവിക്കാനും അധ്വാനം പൂവണിയാനും ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റെടുത്ത എല്ലാറ്റിനെയും അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ഇത് എന്റെ സ്നേഹവാഗ്ദാനത്തിന്റെ ആവിഷ്കാരവും അവർ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുന്ന ദൗത്യവുമായിരിക്കട്ടെ. എന്റെ സംരക്ഷണവും പ്രതിരോധ ശക്തിയും അവരോടൊപ്പം ഉണ്ടാകും. എന്റെ പരിശുദ്ധ വരങ്ങളും ദിവ്യപ്രചോദനങ്ങളും സഹായവും എന്റെ ആഗ്രഹങ്ങളും നീതീകരണവും അവരുടെ തീഷ്ണതയും നിലപാടുകളും അനുസരിച്ച് അവരോടൊപ്പമുണ്ടാകും. ഞാൻ അവർക്ക് പിതാവും സഹോദരനും സ്നേഹിതനുമായിരിക്കും. അവർ എന്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളായിരിക്കും. അപ്രകാരം തന്നെ അവരെ ഞാൻ എന്റെ നന്മകളുടെയും യോഗ്യതകളുടെയും അനർഘ സമ്പാദ്യങ്ങളുടെയും അവകാശികളാക്കുകയും ചെയ്യും. എന്നോടൊപ്പം പങ്കാളികളാകുന്ന എല്ലാവർക്കും പരിശുദ്ധ സഭയുടെയും വിശുദ്ധ കൂദാശകളുടെയും ആനുകൂല്യങ്ങൾ സ്വന്തമാക്കും. എപ്പോഴെങ്കിലും അവർ എന്റെ സൗഹൃദം നഷ്ടമാക്കിയാൽ എന്റെ തിരുരക്തം നൽകുന്ന ആനുകൂല്യത്താൽ അവർ എന്റെ വരപ്രസാദവും അനുഗ്രഹങ്ങളും തിരികെ നേടുകയും ചെയ്യും. എന്റെ അമ്മയുടെ മധ്യസ്ഥം അവർക്ക് എപ്പോഴും ലഭിക്കും. എന്റെ അമ്മ അവരെ തന്റെ മക്കളായി സ്വീകരിക്കും. അവൾ അവർക്ക് സംരക്ഷണത്തിന്റെ പരിച തീർക്കും. അവർ അവൾക്ക് സ്വന്തമായിരിക്കുകയും ചെയ്യും. അവരുടെ വഴികളിൽ അവരെ കാത്തുപാലിക്കാൻ ഞാൻ എന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അവന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ അവനെ കൈകളിൽ സംവഹിച്ചുകൊള്ളും. സങ്കീർത്തനം 91:11-12. നീതിമാന്മാരായ എന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർ ദുഷ്ടന്മാർക്കും ദുഷ്ടാരൂപികൾക്കും മേലെ സ്ഥാപിതമാകുകയും ദുഷ്ടാത്മാക്കൾ അവരെ ഭയപ്പെടുകയും അവർക്ക് വിധേയരാവുകയും ചെയ്യണം. കുബുദ്ധികളും യുക്തിരഹിതരുമായ സൃഷ്ടികളും അവർക്ക് സേവകരാകട്ടെ. ഉന്നതങ്ങളിലെ മഹാശക്തികളും ക്ഷീരപഥത്തിലെയും ആകാശവിധാനങ്ങളിലെയും ജ്യോതിർഗോളങ്ങളും നക്ഷത്രങ്ങളും അവരുടെ ദാസരാകട്ടെ. ഭൂമിയിലെ ചരാചരങ്ങളും പഞ്ചഭൂതങ്ങളും അവർക്ക് തുണയാകട്ടെ. ആകാശത്തിന്റെ മഞ്ഞും ഭൂമിയുടെ ഫലങ്ങളും അവർക്കായി വർഷിക്കപ്പെടും. അവർ അധിവസിക്കുന്ന ലോകത്തിൽ ഞാൻ സന്തോഷിക്കും. സുഭാഷിതം 8:31. എന്റെ രഹസ്യങ്ങൾ അവർക്ക് ഞാൻ വെളിപ്പെടുത്തും. അവരുമായി നിരന്തരം ഞാൻ സംഭാഷണം ചെയ്യും. അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യത്തിൽ സമരസഭയിൽ ഞാൻ അവരോടൊപ്പം ജീവിക്കും. ഞാൻ അവർക്ക് നിത്യാനന്ദത്തിന്റെയും മഹത്വത്തിന്റെയും വാഗ്ദാനം നൽകിയിരിക്കുന്നു. ആ വാഗ്ദാനത്തിന്റെ പങ്കാളികളും അവകാശികളുമായ അവർ സ്വർഗത്തിൽ നിത്യസൗഭാഗ്യത്തിന്റെ ഭാഗമായി നിലകൊള്ളും. തങ്ങളുടെ ജീവിതാവസ്ഥയിൽ നിന്ന് എത്രയോ ഉന്നതമായ ഒന്നിലേക്കാണ് ഞാൻ അവരെ ആനയിക്കാൻ ആഗ്രഹിച്ചതെന്ന കാര്യം ദുഷ്ടമനുഷ്യർ മനസ്സിലാക്കിയില്ല. ജഡിക അഭിലാഷത്തിന്റെയും കണ്ണുകളുടെ ദുരാശകളുടെയും ഫലങ്ങൾ അവരുടെ അവകാശമാക്കാൻ ഞാൻ അനുവദിക്കുന്നു. അവർ ഭൂമിയിലെ സുഖഭോഗങ്ങളിൽ മുഴുകി വെറും ധൂളിയായി മാറും. സമ്പത്തിനെപ്പറ്റി മാത്രം അവർ ചിന്തിക്കും. ലോകത്തിന്റെ അഹന്ത, ധാർഷ്ട്യം, മാംസത്തിന്റെ ജീർണതയും അത് നൽകുന്ന നൈമിഷിക സന്തോഷങ്ങളും നീരാവി പോലെ അവരെ പൊതിഞ്ഞ് ഒടുവിൽ ശൂന്യതയിൽ ഇല്ലാതാകും. എന്തെന്നാൽ അവർ സ്വജീവിതം വ്യയം ചെയ്തത് അതിനുവേണ്ടിയായിരുന്നു. അവരുടെ ശരീരവും മനസ്സും അതിനായി അവർ സമർപ്പിച്ചു. അവർക്ക് നൽകപ്പെട്ട ശക്തികളെല്ലാം അതിനുവേണ്ടി അവർ അടിയറവ് വെച്ചു. അവർക്ക് നാം നൽകിയ വരദാനങ്ങളെല്ലാം അവർ ധൂർത്തടിച്ചു. ഞാൻ അവർക്ക് നൽകിയ വിശുദ്ധ നിയമങ്ങൾ അവർ വെടിഞ്ഞു. ഞാൻ അവരുടെ ഹൃദയങ്ങളിൽ ആലേഖനം ചെയ്തിരുന്ന നിയമത്തെ അവർ തിരസ്കരിച്ചു. എന്റെ വരപ്രസാദത്തിന്റെ പ്രചോദനങ്ങളെ അവർ തള്ളിക്കളഞ്ഞു. അവർ സ്വാർത്ഥമോഹങ്ങളെ പിഞ്ചെന്ന് നീതിമാന്മാരെയും ദരിദ്രരെയും പീഡിപ്പിച്ചു. ലെബനോനിലെ ദേവദാരുക്കളെക്കാളും ഉയരത്തിൽ അവർ സ്വയം പ്രതിഷ്ഠിച്ചു. അങ്ങനെ അനീതിയുടെ അധമ നിയമങ്ങളെ അവർ ആശ്ലേഷിച്ചു. അവർ ഇപ്രകാരം ദൈവിക നിയമങ്ങളോട് മറുതലിച്ചതിനാൽ ഞാൻ നേടിക്കൊടുത്ത പുത്രസ്ഥാനം അവർ നഷ്ടപ്പെടുത്തി. പിതാവായ അബ്രാഹം അടിമയുടെ സന്തതികൾക്ക് തന്റെ ഓഹരിയുടെ ചെറിയൊരു ഭാഗം മാത്രമേ നൽകിയുള്ളൂ. അതിന്റെ പ്രധാന ഭാഗം സ്വതന്ത്രയായ സാറായുടെ സന്തതിക്ക് അവകാശമായി നൽകി. ആ അവകാശിയാണ് ഇസഹാക്ക്. ഉൽപ്പത്തി 25:5. ഇപ്രകാരം ഞാനും പാപത്തിന് അടിമയായവർക്ക് നൈമിഷികമായ ഭൗതിക സന്തോഷങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നു. അത് അവർ തന്നെ തെരഞ്ഞെടുത്തതാണല്ലോ. അവരെ ഞാൻ എന്റെ അമ്മയുടെ സഖിത്വത്തിൽ നിന്നും അകറ്റുകയും മാലാഖമാരുടെയും വിശുദ്ധരുടെയും സഖിത്വം ഇല്ലാതാക്കുകയും ചെയ്തു. നിത്യനരകാഗ്നിയിൽ ലൂസിഫറിനും
അവന്റെ കിങ്കരന്മാർക്കും ഞാൻ അവരെ ഇരയായി വിട്ടുകൊടുക്കുന്നു. എന്തെന്നാൽ അവർ അത് സ്വയം തിരഞ്ഞെടുത്തതാണ്. രക്ഷയെപ്പറ്റിയുള്ള പ്രതീക്ഷയുടെ കണിക പോലും അവരിൽ നിന്ന് നീക്കപ്പെട്ടിരിക്കുന്നു. എന്റെ പിതാവേ, മനുഷ്യരുടെയും മാലാഖമാരുടെയും വിധികർത്താക്കളായ ഞാൻ ഉച്ചരിക്കുന്ന വിധിവാചകമാണിത്. കൊളോസോസ് 2:10. എന്റെ മരണവേളയിൽ ഞാൻ നൽകുന്ന ഉടമ്പടിയാണിത്. ഈ ഉടമ്പടി പ്രകാരം ഓരോരുത്തരും താന്താങ്ങളുടെ ചെയ്തികളാൽ അവരവർക്കർഹമായതിനെ സ്വന്തമാക്കും. ഇതവിടുത്തെ കർക്കശവും അലംഘനീയവുമായ കൽപ്പനയാണ്. 2 തിമോത്തി 4:8. ഇപ്രകാരമാണ് നമ്മുടെ രക്ഷകൻ കുരിശിൽ കിടന്നുകൊണ്ട് പിതാവിനോട് പ്രാർത്ഥിച്ചത്. ഈ പ്രാർത്ഥന പരിശുദ്ധ മറിയത്തിന്റെ ഹൃദയത്തിൽ പൂട്ടി മുദ്രവച്ചു നിക്ഷേപിക്കപ്പെട്ടു. ഇപ്രകാരം ചെയ്തതിനാൽ പരിശുദ്ധ അമ്മയുടെ നിത്യസഹായവും മധ്യസ്ഥതയും സകല മനുഷ്യർക്കുമായി ആ നിമിഷം മുതൽ എന്നേക്കുമായി ഉറപ്പാക്കപ്പെട്ടു. അവളുടെ ഏറ്റവും ശ്രദ്ധാപൂർവമായ കരുതൽ മനുഷ്യർക്ക് വരദാനമായി ലഭ്യമായി. അത് സഭയിൽ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ഈ രഹസ്യം അനാദിയിലെ ദൈവം തയ്യാറാക്കുകയും അവിടുത്തെ ജ്ഞാനത്താൽ പൂർണ്ണതയിലെത്തിക്കുകയും കാലത്തിൽ ആവിഷ്കരിക്കപ്പെടുകയും ചെയ്തു. ദൈവത്തിൽ ഭൂതകാലവും ഭാവികാലവും വർത്തമാനകാലവും ഒന്നായിരിക്കുന്നു.